ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടേസ്റ്റി കിച്ചൺ സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഇന്നൊരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് കേക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1/4 കപ്പ് മൈദ, 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഒരരിപ്പയിൽ അരിച്ചെടുക്കാം. ഒരു 3 പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കണം. ഇതിപ്പോൾ 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 3 പ്രാവശ്യം അരിച്ചെടുത്ത ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. അത് നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. ഇനി ഇവിടെ ഞാൻ 4 വലിയ മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇപ്പോൾ മുട്ട ഈ ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ മുട്ട നന്നായിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര കുറേശ്ശെ വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. പഞ്ചസാരയും മുട്ടയും കൂടി ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഞാൻ ഒഴിക്കുകയാണ്. സൺഫ്ലവർ ഓയിലൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസും 1 ടീസ്പൂൺ വിനേഗറും കൂടെ ചേർത്ത് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയും സൺഫ്ലവർ ഓയിലും എല്ലാം കൂടി ഇതുപോലെ ഒന്ന് പതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൈദയുടെ മിക്സും കൂടി ഒന്ന് കുറേശ്ശെ ഇട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കാം. മൈദ ഇങ്ങനെ അല്പമായിട്ട് ഇട്ട് കൊടുത്ത് വേണം ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാം. ഞാൻ ബട്ടർ പേപ്പറൊക്കെ ഇട്ട് ബട്ടറൊക്കെ വെച്ചിരിക്കുന്ന കേക്ക് ടിന്നാണ്. കേക്കിൻ്റെ ബാറ്റർ കേക്ക് ടിന്നിലേക്ക് ഒഴിക്കുകയാണ്. കേക്കിൻ്റെ ബാറ്റർ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് പ്രീ ഹീറ്റ് ചെയ്തതാണ്. ഇതിലേക്ക് ഞാൻ നമ്മുടെ കേക്ക് ടിന്ന് ഇറക്കി വെക്കുകയാണ്. മൂടി വെച്ചതിന് ശേഷം ഒരു 35 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കേക്ക് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അതിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്.
35 മിനിറ്റ് ഞാനത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ഇത് തണുക്കാൻ വേണ്ടി കുറച്ച് നേരത്തേന് മാറ്റി വെക്കാം. കോഫി സിറപ്പ് ഉണ്ടാക്കാം. അതിനുവേണ്ടി 3/4 കപ്പ് തിളച്ച വെള്ളം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 5 ടീസ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർക്കുകയാണ്. കൂടാതെ 1/4 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കോഫി സിറപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അതൊരു പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം ഇതുപോലെ ഒന്നായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ഒരു 4 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് തിക്കാവുന്നതോടെ വരെ ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ വിപ്പിംഗ് ക്രീം ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തിക്കായിട്ടുണ്ട്. ഇതൊന്ന് തണുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് ഫ്രീസറിലോട്ട് വെക്കുകയാണ്. നമുക്ക് ചോക്ലേറ്റ് ഗണേഷ് ഉണ്ടാക്കണം. അതിനുവേണ്ടി ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ച് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു പാത്രത്തിൽ ഞാൻ 50 ഗ്രാം ചോക്ലേറ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അത് ഈ പാത്രം ഞാൻ വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുകയാണ്. അതൊന്ന് മെൽറ്റായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് 50 ഗ്രാം വിപ്പിംഗ് ക്രീമും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ചോക്ലേറ്റ് മെൽറ്റാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 50 ഗ്രാം വിപ്പിംഗ് ക്രീമും കൂടെ ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഗണേഷ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫാക്കി മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ 3 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഐസിങ് ചെയ്യാം. ഇനി നമുക്ക് ഐസിങ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബേസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം, സെൻറ്ററിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് കേക്കിൻ്റെ ഒരു ലെയർ എടുത്ത് കൊടുക്കാം. ഒരു ലെയർ കേക്ക് ഇതിന് മുകളിലേക്ക് വെക്കാം. ഇതിലേക്ക് കുറച്ച് കോഫി സിറപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് അടുത്ത ലെയറും കൂടെ വെച്ച് കൊടുക്കാം. കോഫി സിറപ്പ് ഒഴിക്കാം. അടുത്ത ലെയറിൽ നമുക്ക് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാം. നമുക്ക് മൂന്നാമത്തെ ലെയറും കൂടെ വെച്ച് കൊടുക്കുകയാണ്. അവസാനത്തെ ലെയറിൽ നമുക്ക് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം.
അവസാനത്തെ ലെയറിലും വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സൈഡിൽ കൂടെ വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് സിറപ്പ് ഇതിൻ്റെ സൈഡിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് വിപ്പിംഗ് ക്രീം ഉപയോഗിച്ച് തന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ കേക്ക്. ഇനി നമുക്ക് ബാക്കിയിരിക്കുന്ന ചോക്ലേറ്റ് ഇതിന് നടുക്കായിട്ട് അപ്ലൈ ചെയ്യാം.